ഓസ്ട്രേലിയയിൽ സ്ട്രോങ് ജോബ് മാർക്കറ്റാണുള്ളത്. അവിടെ IT ആണെങ്കിലും എഞ്ചിനീയറിംഗ് ഫീൽഡ് ആണെങ്കിലും ഹെൽത്ത് കെയർ ആണെങ്കിലും ഒക്കെ സ്ട്രോങ് ജോബ് മാർക്കറ്റാണ്. ട്രേഡിങ്ങിനൊക്കെ നല്ല ഓപ്ഷൻ ഓസ്ട്രേലിയ തന്നെയായിരിക്കും. അതുപോലെ തന്നെ എഞ്ചിനീയേഴ്സിനും കുറച്ചും കൂടി ഓപ്പർച്യൂണിറ്റീസ് കൂടുതൽ കിട്ടുന്നത് ഓസ്ട്രേലിയ തന്നെയാണ്. ഗൂഗിൾ, മെറ്റ, ആപ്പിൾ ഓഫീസസ് അങ്ങനെ ടെക് റിലേറ്റഡ് ആയിട്ടുള്ള ഫീൽഡിൽ നല്ലത് അയർലൻഡ് ആണ്. അതുപോലെ തന്നെ ഫാർമ, ബയോടെക്, സോഫ്റ്റ്വെയർ എഞ്ചിനീയേഴ്സിനൊക്കെ ഏറ്റവും കൂടുതൽ ഡിമാൻഡ് ഉള്ളത് അയർലൻഡ് തന്നെയാണ്. ഓസ്ട്രേലിയയിൽ സിവിൽ എഞ്ചിനീയേഴ്സിന് നല്ല സ്കോപ്പുള്ള രാജ്യമാണ്. യൂറോപ്യൻ ലൈഫ് സ്റ്റൈൽ ആണ് വേണ്ടത്. ഈസിയർ ആക്സസ് ടു യൂറോപ്പ് വേണം. അതുപോലെ തന്നെ ക്വിക്കർ ജോബ് പ്ലേസ്മെന്റ് വേണമെന്നുണ്ടെങ്കിൽ അയർലൻഡ് ആണ് ബെസ്റ്റ് ഓപ്ഷൻ. ഓസ്ട്രേലിയയിലേക്ക് കൂടുതലായി നഴ്സുമാർ റിക്രൂട്ട് ചെയ്യുന്നത് അയർലൻഡ് അല്ലെങ്കിൽ UK പോലത്തെ കൺട്രിയിൽ 2 വർഷം എക്സ്പീരിയൻസ് ഉള്ള നഴ്സുമാരെയാണ് ഓസ്ട്രേലിയ കൂടുതലായിട്ടും പ്രിഫർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഡയറക്ട്ലി ഇന്ത്യയിൽ നിന്ന് ഓസ്ട്രേലിയയിലേക്ക് പോകുന്ന കാര്യം കുറച്ച് ടഫായിരിക്കും. യൂറോപ്പിൽ വർക്ക് ചെയ്ത നഴ്സുമാർക്ക് അറിയാം ഇവിടുത്തെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗും അതുപോലെ തന്നെ കെയർ സ്റ്റാൻഡേർഡ്സ് ഒക്കെ നല്ല ഡിഫറെന്റ് ആണ്. സോ അത് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഓസ്ട്രേലിയ അങ്ങനെ ഒരു ഗോൾ സെറ്റ് ചെയ്തേക്കുന്നത്. നിങ്ങൾക്ക് ഹയർ സാലറി വേണം, അതുപോലെ തന്നെ ഫാസ്റ്റർ ആയിട്ട് PR-ഉം സിറ്റിസൺഷിപ്പും വേണമെന്നുണ്ടെങ്കിൽ ഓസ്ട്രേലിയ തന്നെ പ്രിഫർ ചെയ്യണം. നമുക്ക് പുറത്തേക്ക് ഇറങ്ങാൻ തോന്നത്തില്ല, ഡിപ്രസ്ഡും കൂടെ ഒക്കെ ഉണ്ടാവും. അതുകൊണ്ട് തന്നെ കുറെ പേരും ഓസ്ട്രേലിയക്ക് മൈഗ്രേറ്റ് ചെയ്യാറുണ്ട്. ഹലോ ഗൈസ്, എന്നോട് വിശേഷം. എല്ലാവർക്കും സുഖമല്ലേ ഗൈസ്? എല്ലാവരും ഹാപ്പി ആയിട്ട് സേഫ് ആയിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. ഞാനിവിടെ ഹാപ്പി ആയിട്ടിരിക്കുവാണ്. ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് അയർലൻഡ് വേഴ്സസ് ഓസ്ട്രേലിയ ആണ്. നഴ്സുമാർക്ക് ഏതാണ് ബെസ്റ്റ് ഓപ്ഷൻ, ലൈഫ് സ്റ്റൈൽ ആണെങ്കിലും വർക്കിംഗ് കണ്ടീഷൻസ് ആണെങ്കിലും ടാക്സിന്റെ കാര്യമാണെങ്കിലും അങ്ങനെ എല്ലാ കാര്യം ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിന് മുന്നേ നമ്മുടെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ എൻ്റെ പേര് അനറ്റ് മേരി. ഞാൻ അയർലൻഡിൽ നഴ്സായിട്ട് വർക്ക് ചെയ്യുവാണ്. നമ്മുടെ ഈ ചാനൽ ഡെയിലി വ്ളോഗ്സ് ഇടാറുണ്ട്, കുക്കിംഗ് വ്ളോഗ്സ് ഇടാറുണ്ട്, അയർലൻഡ് റിലേറ്റഡ് ടോപ്പിക്സ് ഷെയർ ചെയ്യാറുണ്ട്. പിന്നെ നിങ്ങളുടെ റിക്വസ്റ്റ് പ്രകാരം വീഡിയോസ് ക്രിയേറ്റ് ചെയ്തിടാറുണ്ട്. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്ന വീഡിയോസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നോട്ടിഫിക്കേഷൻ ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെച്ചേക്കുക. അപ്പോൾ നമുക്ക് ഒട്ടും താമസിപ്പിക്കാണ്ട് വേഗം തന്നെ വീഡിയോയിലോട്ട് പോകാം. ആദ്യത്തെ കാര്യം നമുക്ക് സാലറി കമ്പയർ ചെയ്യാം. അയർലൻഡിൽ നമുക്ക് വരുന്ന അവർലി പേ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 18 to 30 euros ആണ് വരുന്നത്. അതുപോലെ തന്നെ ആനുവൽ സാലറി വരുന്നത് 35,000 euro to 55,000 euros ആണ് വരുന്നത്. എക്സ്പീരിയൻസ് കൂടുന്നതനുസരിച്ച് സാലറി കൂടിക്കൊണ്ടിരിക്കും. 65,000 എബവ് വരെ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് വരാറുണ്ട് ആനുവൽ സാലറി ആണെങ്കിൽ. ഓസ്ട്രേലിയയിൽ ആനുവൽ സാലറി നോക്കിക്കഴിഞ്ഞാൽ 70,000 to 95,000 പെർ ഇയർ ഓസ്ട്രേലിയൻ ഡോളറാണ് വരുന്നത് നഴ്സുമാർക്ക്. സീനിയർ നഴ്സുമാർക്കാണെങ്കിൽ 100,000 പ്ലസ് ഓസ്ട്രേലിയൻ ഡോളേഴ്സ് വരെ കിട്ടാറുണ്ട്. അവരുടെ റേറ്റ് പറയാനാണെന്നുണ്ടെങ്കിൽ 35 to 50 ഓസ്ട്രേലിയൻ ഡോളറാണ് വരുന്നത്. അപ്പൊ കമ്പയർ ചെയ്ത് നോക്കുകയാണെങ്കിൽ ബെറ്റർ പേ തരുന്നത് ഓസ്ട്രേലിയ തന്നെയാണ്. ഇനി നമുക്ക് ടാക്സ് എങ്ങനെയാണെന്ന് നോക്കാം. അയർലൻഡ് ആണെങ്കിലും ഓസ്ട്രേലിയ ആണെങ്കിലും നല്ല ഡിഫറൻസ് ഉണ്ട്. അയർലൻഡ് ടാക്സ് പറയാനാണെന്നുണ്ടെങ്കിൽ ഫാമിലീസിന് 20%, സിംഗിൾസിന് 40% ആണ്. അപ്പൊ 20 to 40% ടാക്സ് വരുന്നുണ്ട്. അത് കൂടാണ്ട് നമുക്ക് 8 to 10% എക്സ്ട്രാ പേ ചെയ്യണം. അതായത് USC, PRSI അങ്ങനെ കോൺട്രിബ്യൂഷൻസ് വരുന്നുണ്ട്. അപ്പൊ അതൊക്കെ നമുക്ക് എക്സ്ട്രാ പേ ചെയ്യേണ്ടി വരാറുണ്ട്. സോ ഇഫക്റ്റീവ് ടാക്സ് റേറ്റ് പറയാനാണെന്നുണ്ടെങ്കിൽ 25 to 45% അയർലൻഡിൽ ടാക്സ് നമ്മൾ പേ ചെയ്യണം. ഓസ്ട്രേലിയ ഇൻകം ടാക്സ് വരുന്നത് 19 to 25% ആണ്. ഓസ്ട്രേലിയ നമുക്ക് എക്സ്ട്രാ USC ടാക്സ് ഒന്നും പേ ചെയ്യേണ്ടി വരുന്നില്ല. സോ ഇഫക്റ്റീവ്ലി നമുക്ക് 20 to 37% ആണ് ഓസ്ട്രേലിയയിൽ ടാക്സ് വരുന്നത്. അങ്ങനെ നോക്കാനാണെന്നുണ്ടെങ്കിൽ ഓസ്ട്രേലിയയാണ് ടാക്സിന്റെ കാര്യത്തിൽ ബെറ്റർ ഓപ്ഷൻ പറയാനാണെങ്കിൽ. കാരണം നമുക്ക് പേ റേറ്റ് കൂടുതലാണെങ്കിലും ടാക്സ് പിടിച്ചാലും കുറച്ചെങ്കിലും നമ്മുടെ കയ്യിൽ മിച്ചം കിട്ടും. പക്ഷെ അയർലൻഡ് കമ്പയർ ചെയ്ത് നോക്കാനാണെങ്കിൽ ടാക്സ് കൂടുതലാണ്, പേ റേറ്റ് കൂടുതലാണെങ്കിലും ടാക്സ് അതുപോലെ തന്നെ കൂടുതലാണ്. ഇനി നമുക്ക് വർക്കിംഗ് അവേഴ്സും അതുപോലെ തന്നെ ലൈഫ് സ്റ്റൈലും നോക്കാം. വർക്കിംഗ് അവേഴ്സ് പറയാനാണെന്നുണ്ടെങ്കിൽ അയർലൻഡ് 39 hours per week ആണ് വരുന്നത്. ഇവിടെ നമുക്ക് ഈസി ആക്സസ് ടു യൂറോപ്പ് ഉണ്ട്. അതുപോലെ തന്നെ ഓവർ ടൈം കൂടുതലായിട്ട് വരും. കാരണം സ്റ്റാഫ് ഷോർട്ടേജ് കാരണം മിക്ക സ്ഥലങ്ങളിലും ഓവർ ടൈം ഉണ്ടാവാറുണ്ട്. ഓസ്ട്രേലിയയിൽ നോക്കാനാണെന്നുണ്ടെങ്കിൽ 38 hours per week ആണ് വരുന്നത്. കുറച്ചും കൂടെ ബെറ്റർ ആയിട്ടുള്ള വർക്ക് ലൈഫ് ബാലൻസ് ഉള്ളത് ഓസ്ട്രേലിയയിലാണ്. അയർലൻഡിൽ നമുക്ക് ആഴ്ചയിൽ 3 ദിവസമാണ് വർക്ക് ചെയ്യേണ്ടത്. 39 hours എന്ന് പറയുമ്പോൾ അങ്ങനെയാണ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്നത്. ബാക്കി 4 ദിവസം ഓഫ് ആയിരിക്കും. അപ്പൊ നമുക്ക് കുറച്ചുകൂടെ ഫാമിലി ടൈം കൂടുതൽ കിട്ടുന്നത് അയർലൻഡിലാണ്. ഓസ്ട്രേലിയയിൽ ചില സ്ഥലങ്ങളിൽ ആഴ്ചയിൽ 3 ദിവസം വർക്ക് ചെയ്താൽ മതി. പക്ഷെ ഭൂരിഭാഗം സ്ഥലങ്ങളിലും 5 days അല്ലെങ്കിൽ 4 days കൂടുതൽ വർക്ക് ചെയ്യാനായിട്ട് വരാറുണ്ട്. അതായത് കൂടുതൽ അവിടെ 8 hours ഷിഫ്റ്റ് ആണ് വരുന്നത്. അപ്പോൾ കമ്പയർ ചെയ്ത് നോക്കുകയാണെങ്കിൽ ടൈം ഗ്യാപ്പ് കുറച്ചുകൂടി നമുക്ക് ഫാമിലി ആയിട്ട് ഒരുമിച്ച് കിട്ടുന്നത് അയർലൻഡിലാണ്. പക്ഷെ ബെറ്റർ വർക്കിംഗ് കണ്ടീഷൻ ഉള്ളത് ഓസ്ട്രേലിയയിലാണ്. ഇനി നമുക്ക് ഡിമാൻഡും ജോബ് സെക്യൂരിറ്റി എങ്ങനെയാണെന്ന് നോക്കാം. അയർലൻഡിൽ നമുക്ക് ഹൈ ഡിമാൻഡ് ആണ് ഉള്ളത് നഴ്സുമാർക്ക്. അതുപോലെ തന്നെ വൺസ് രജിസ്റ്റേർഡ് ആയി കഴിഞ്ഞാൽ നമ്മുടെ പ്രോസസ്സിംഗ് ഫാസ്റ്റ് ആയിട്ട് തന്നെ നടക്കും. പക്ഷെ രജിസ്ട്രേഷൻ ആകാൻ വേണ്ടിയിട്ട് കുറച്ചധികം ടൈം എടുക്കും. ഇന്റർനാഷണൽ നഴ്സുമാർക്ക് പ്രിഫറൻസ് ഉണ്ട് അയർലൻഡിൽ, കാരണം ഒരുപാട് സ്റ്റാഫ് ഷോർട്ടേജ് ഉള്ളത് കൊണ്ട് തന്നെ. പക്ഷെ രജിസ്റ്റേർഡ് ആകാൻ വേണ്ടിയിട്ട് അയർലൻഡിൽ ഒരുപാട് ടൈം എടുക്കും. ഓസ്ട്രേലിയയിൽ ഹൈ ഡിമാൻഡ് ഉണ്ട് നഴ്സുമാർക്ക്, പക്ഷെ സ്ട്രിക്റ്റർ ലൈസൻസിംഗ് ആണ്. അവിടെ നമുക്ക് വേണ്ടത് AHPR രജിസ്ട്രേഷൻ ആണ്. കോമ്പറ്റേറ്റീവ് ആണ്, പക്ഷെ റിവാർഡിംഗ് ആയിരിക്കും. ഇനി നമുക്ക് PR-ഉം സിറ്റിസൺഷിപ്പിനെ കുറിച്ച് പറയാം. അയർലൻഡിലെ ക്രിട്ടിക്കൽ സ്കിൽ വർക്ക് പെർമിറ്റിന്റെ കീഴിലാണ് നഴ്സുമാർ വരുന്നത്. അപ്പൊ ഈ ഒരു വർക്ക് പെർമിറ്റിന്റെ കീഴിൽ വരുന്നതുകൊണ്ട് തന്നെ PR നമുക്ക് 2 വർഷം കഴിയുമ്പോൾ സ്റ്റാമ്പ് 4 ആവും. സ്റ്റാമ്പ് 4 എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ PR-ന് ഈക്വലന്റ് ആണ്. സിറ്റിസൺഷിപ്പ് നമുക്ക് 5 വർഷം കഴിയുമ്പോൾ, റെസിഡൻസി 5 വർഷം കഴിയുമ്പോൾ അപ്ലൈ ചെയ്യാം. ഓസ്ട്രേലിയയിൽ നമുക്ക് PR-ഓടുകൂടി മൈഗ്രേഷൻ ചെയ്യാൻ പറ്റും. അതായത് സ്കിൽഡ് കാറ്റഗറി വരുന്ന പ്രൊഫഷണൽ ആൾക്കാർക്ക് PR-ഓടുകൂടി മൈഗ്രേഷൻ ചെയ്യാൻ ഓപ്ഷൻ ഉണ്ട്, എസ്പെഷ്യലി നഴ്സസ്. അതല്ലാണ്ട് പറയാനാണെന്നുണ്ടെങ്കിൽ 1 to 3 years എടുക്കും PR കിട്ടാനാണെങ്കിൽ. സിറ്റിസൺഷിപ്പിന്റെ കാര്യം പറയാനാണെന്നുണ്ടെങ്കിൽ 4 വർഷം കഴിയുമ്പോൾ സിറ്റിസൺഷിപ്പ് കിട്ടും.
അങ്ങനെ അഡ്വാൻറ്റേജ് നോക്കാനാണെന്നുണ്ടെങ്കിൽ ഫാസ്റ്റ് PR കിട്ടുന്ന ഓസ്ട്രേലിയ തന്നെയാണ്. സ്പൗസിന്റെ ഓപ്പർച്യൂണിറ്റീസിനെ കുറിച്ച് പറയാനാണെന്നുണ്ടെങ്കിൽ അയർലൻഡിൽ നമുക്ക് IT അതുപോലെ തന്നെ ഹെൽത്ത് കെയർ ഫീൽഡിലൊക്കെ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും, ഫുൾ ടൈം വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. പക്ഷേ അവർ പഠിച്ച ഒരു പ്രൊഫഷനിൽ കിട്ടാൻ വേണ്ടിയിട്ട് വളരെയധികം പാടാണ്. ഡയറക്റ്റ്ലി നമുക്ക് കിട്ടത്തില്ല, കുറച്ച് ടൈം എടുക്കും. അതുപോലെ തന്നെ നമ്മുടെ കോഴ്സ് ഒക്കെ ചെയ്യേണ്ടി വരും. കൂടുതലായിട്ടും കാണാറുള്ളത് സ്പൗസ്മാര് കെയറായിട്ട് വർക്ക് ചെയ്തിട്ടാണ് അയർലൻഡിൽ കാണാറുള്ളത്. അതായിരിക്കും കുറച്ചുകൂടെ എളുപ്പത്തിൽ കിട്ടുന്ന ജോലി. അതിനുവേണ്ടി നമുക്ക് QQ Level 5 എന്ന് പറഞ്ഞൊരു കോഴ്സ് ഇവിടെ തന്നെ അയർലൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. എന്നിട്ട് നമുക്ക് കെയറായിട്ട് വർക്ക് ചെയ്യാം. അങ്ങനെയാണ് കൂടുതലും പേര് വർക്ക് ചെയ്ത് കണ്ടിട്ടുള്ളത്. അതുപോലെ തന്നെ IT ആണെങ്കിലും എഞ്ചിനീയറിംഗ് ഫീൽഡിലേക്കാണെങ്കിലും നമുക്ക് സ്വിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുമെങ്കിലും കുറച്ചധികം ടൈം എടുക്കും. ഓസ്ട്രേലിയയുടെ കാര്യം പറയാനാണെന്നുണ്ടെങ്കിൽ സ്പൗസിന് ഫുൾ റൈറ്റ്സ് ഉണ്ട് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓസ്ട്രേലിയയിൽ സ്ട്രോങ് ജോബ് മാർക്കറ്റ് ആണുള്ളത്. അവിടെ IT ആണെങ്കിലും എഞ്ചിനീയറിംഗ് ഫീൽഡ് ആണെങ്കിലും ഹെൽത്ത് കെയർ ആണെങ്കിലും ഒക്കെ സ്ട്രോങ് ജോബ് മാർക്കറ്റ് ആണ്. ട്രേഡിങ്ങിനൊക്കെ നല്ല ഓപ്ഷൻ ഓസ്ട്രേലിയ തന്നെയായിരിക്കും. അതുപോലെ തന്നെ എഞ്ചിനീയേഴ്സിനും കുറച്ചും കൂടി ഓപ്പർച്യൂണിറ്റീസ് കൂടുതൽ കിട്ടുന്നത് ഓസ്ട്രേലിയ തന്നെയാണ്. അയർലൻഡിൽ കൂടുതലും എഞ്ചിനീയേഴ്സിന്റെ കാര്യം പറയാനാണെന്നുണ്ടെങ്കിൽ സോഫ്റ്റ്വെയർ എഞ്ചിനീയേഴ്സിന് നല്ല ഡിമാൻഡ് ഉണ്ട്. അതായത് ടെക് റിലേറ്റഡ് ആയിട്ടുള്ള ജോബ് പ്രിഫർ ചെയ്യുന്നവർക്ക്, മെറ്റ അങ്ങനത്തെ ടെക് റിലേറ്റഡ് ആയിട്ടുള്ള ഫീൽഡിൽ വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ഏറ്റവും ബെസ്റ്റ് അയർലൻഡ് തന്നെയാണ്. അതായത് ഗൂഗിൾ, മെറ്റ, ആപ്പിൾ ഓഫീസസ് അങ്ങനെ ടെക് റിലേറ്റഡ് ആയിട്ടുള്ള ഫീൽഡിൽ നല്ലത് അയർലൻഡ് ആണ്. അതുപോലെ തന്നെ ഫാർമ, ബയോടെക്, സോഫ്റ്റ്വെയർ എഞ്ചിനീയേഴ്സിനൊക്കെ ഏറ്റവും കൂടുതൽ ഡിമാൻഡ് ഉള്ളത് അയർലൻഡ് തന്നെയാണ്. ഓസ്ട്രേലിയയിൽ സിവിൽ എഞ്ചിനീയേഴ്സിന് നല്ല സ്കോപ്പുള്ള രാജ്യമാണ്. അതുപോലെ തന്നെ മൈനിങ്, കൺസ്ട്രക്ഷൻ അങ്ങനെയുള്ള മേഖലകളിലൊക്കെ കൂടുതലും ഹയർ പേ റേറ്റ് കൊടുക്കുന്നത് ഓസ്ട്രേലിയ തന്നെയാണ്. അങ്ങനെ നോക്കാനാണെന്നുണ്ടെങ്കിൽ ഓസ്ട്രേലിയയാണ് എഞ്ചിനീയർമാർക്ക് ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ. ഇനി കോസ്റ്റ് ഓഫ് ലിവിംഗിന്റെ കാര്യം പറയാം. അയർലൻഡിൽ കോസ്റ്റ് ഓഫ് ലിവിംഗ് നല്ല കൂടുതലാണ്. ഡബ്ലിൻ, ഗോൾവേ പോലത്തെ കൗണ്ടുകളിലൊക്കെ 1500 തുടങ്ങി സ്റ്റാർട്ട് ചെയ്യും റെന്റ്. മന്ത്ലി റെന്റ് ആണ് €. അതുപോലെ തന്നെ അത് 2500-3000 വരെ പോകും. ഫാമിലീസിനൊക്കെ ഹൗസ് കിട്ടാൻ നല്ല പാടാണ്. കോസ്റ്റ് ഓഫ് ലിവിംഗ് നല്ല എക്സ്പെൻസീവ് ആണ് അയർലൻഡിൽ. അതുപോലെ തന്നെ ഹൗസിംഗ് ക്രൈസിസും ഭയങ്കര കൂടുതലാണ് അയർലൻഡിൽ. വീടാണെങ്കിലും അപ്പാർട്ട്മെന്റ് ആണെങ്കിലും റൂം ആണെങ്കിലും കിട്ടാൻ നല്ല പാടാണ് അയർലൻഡിൽ. ഓസ്ട്രേലിയയിൽ റെന്റ് പറയാനാണെന്നുണ്ടെങ്കിൽ 1800 തുടങ്ങിയിട്ട് 3000 വരെ ഓസ്ട്രേലിയൻ ഡോളറാണ് വരുന്നത് പെർ മന്ത് റെന്റ്. പക്ഷേ ഔട്ട്സൈഡ് സിറ്റീസിൽ കുറച്ചുകൂടി റേറ്റ് കുറഞ്ഞു കിട്ടും. പക്ഷേ ഹൗസിംഗ് ഓപ്ഷൻസ് ഔട്ട്സൈഡ് സിറ്റീസിൽ കുറച്ചുകൂടി കൂടുതൽ ഓസ്ട്രേലിയയിൽ കിട്ടുന്നുണ്ട്. എക്സ്പെൻസിന്റെ കാര്യം പറയാനാണെന്നുണ്ടെങ്കിൽ രണ്ടും കണക്കാണ്. അയർലൻഡ് ആണെങ്കിലും ഓസ്ട്രേലിയ ആണെങ്കിലും എക്സ്പെൻസീവ് ആണ്. പക്ഷേ ഹൗസിംഗ് സിറ്റുവേഷൻ കൂടുതലും ക്രൈസിസ് ഫേസ് ചെയ്യുന്നത് അയർലൻഡ് തന്നെയാണ്. ഇനി നമുക്ക് കൺക്ലൂഷൻ നോക്കാം, ഏതാണ് ബെറ്റർ, ഓസ്ട്രേലിയ ആണോ അയർലൻഡ് ആണോ എന്നുള്ളത്. ഇപ്പൊ നമുക്ക് യൂറോപ്യൻ ലൈഫ് സ്റ്റൈൽ ആണ് വേണ്ടത്, ഈസിയർ ആക്സസ് ടു യൂറോപ്പ് വേണം, അതുപോലെ തന്നെ ക്വിക്കർ ജോബ് പ്ലേസ്മെന്റ് വേണമെന്നുണ്ടെങ്കിൽ അയർലൻഡ് ആണ് ബെസ്റ്റ് ഓപ്ഷൻ. നമുക്ക് ഡയറക്ട്ലി ഇന്ത്യയിൽ നിന്ന് അയർലൻഡിലേക്കാണ് വരാൻ പറ്റുന്നത്. ഇന്ത്യയിൽ നിന്ന് ഡയറക്ട്ലി ഓസ്ട്രേലിയക്ക് പോകാൻ നല്ല എക്സ്പെൻസീവ് ആണ്. ഓസ്ട്രേലിയയിലേക്ക് കൂടുതലായി നഴ്സുമാർ റിക്രൂട്ട് ചെയ്യുന്നത് അയർലൻഡ് അല്ലെങ്കിൽ UK പോലത്തെ കൺട്രിയിൽ 2 വർഷം എക്സ്പീരിയൻസ് ഉള്ള നഴ്സുമാരെയാണ് ഓസ്ട്രേലിയ കൂടുതലായിട്ടും പ്രിഫർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഡയറക്ട്ലി ഇന്ത്യയിൽ നിന്ന് ഓസ്ട്രേലിയക്ക് പോകുന്നവരെ കുറച്ച് ടഫാണ്, എക്സ്പെൻസീവും ആണ്. പിന്നെ ഞാൻ പറഞ്ഞ പോലത്തെ അവിടുത്തെ ലൈസൻസും കാര്യങ്ങളൊക്കെ നല്ല സ്ട്രിക്റ്റ് വാലിഡേഷൻ ആണ്. അപ്പൊ UK, അയർലൻഡ് പോലത്തെ രാജ്യങ്ങളിൽ വർക്ക് ചെയ്ത നഴ്സുമാർക്കാണ് ഓസ്ട്രേലിയയിൽ കൂടുതലും ഡിമാൻഡ് വരുന്നത്. അത് വേറൊന്നും കൊണ്ടല്ല, അവിടുത്തെ കൾച്ചറൽ സ്റ്റാൻഡേർഡ്സ് ഒക്കെ ആയിട്ട് ജെല്ലായി പോകാൻ വേണ്ടിയിട്ടാണ്. യൂറോപ്പിൽ വർക്ക് ചെയ്ത നഴ്സുമാർക്ക് അറിയാം ഇവിടുത്തെ രീതികളൊക്കെ കുറച്ച് ഡിഫറെന്റ് ആണ്. നാട്ടിൽ വെച്ച് നോക്കാനാണെങ്കിലും കെയർ സ്റ്റാൻഡേർഡ്സ് ഒക്കെ നല്ല ഡിഫറെന്റ് ആണ്. സോ അത് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഓസ്ട്രേലിയ അങ്ങനെ ഒരു ഗോൾ സെറ്റ് ചെയ്തേക്കുന്നത്. അതായത് UK, അയർലൻഡ് പോലത്തെ രാജ്യങ്ങളിൽ 2 വർഷം എക്സ്പീരിയൻസ് ഉള്ള നഴ്സുമാർക്ക് ഹൈ ഡിമാൻഡ് ആണ് ഓസ്ട്രേലിയയിൽ. നിങ്ങൾക്ക് ഹയർ സാലറി വേണം, അതുപോലെ തന്നെ ഫാസ്റ്റർ ആയിട്ട് PR-ഉം സിറ്റിസൺഷിപ്പും വേണമെന്നുണ്ടെങ്കിൽ ഓസ്ട്രേലിയ തന്നെ പ്രിഫർ ചെയ്യണം. ഒരു കാര്യം പറയാൻ വിട്ടുപോയി, ക്ലൈമറ്റിന്റെ കാര്യം. അതായത് അയർലൻഡിലെ ക്ലൈമറ്റ് കുറച്ച് ശോകമൂകമാണ്. നല്ലൊരു ശതമാനവും നമുക്ക് വിന്റർ ആയിരിക്കും. അതുപോലെ തന്നെ ഭയങ്കര മൂടി ക്ലൈമറ്റ് ആയിരിക്കും. നമുക്ക് പുറത്തേക്ക് ഇറങ്ങാൻ തോന്നത്തില്ല, ഡിപ്രസ്ഡ് മൂഡൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് തന്നെ കുറെ പേരും ഓസ്ട്രേലിയക്ക് മൈഗ്രേറ്റ് ചെയ്യാറുണ്ട്. കാരണം ഓസ്ട്രേലിയ ക്ലൈമറ്റ് കുറച്ചും കൂടെ നല്ലതാണ്. അതായത് നമ്മുടെ കേരളമായിട്ട് സാമ്യമുള്ള ക്ലൈമറ്റ് ആണ് ഓസ്ട്രേലിയ കൂടുതൽ സ്ഥലങ്ങളിൽ ഉള്ളത്. അതുകൊണ്ട് തന്നെ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന പല സാധനങ്ങളും നമുക്ക് കൃഷി ചെയ്യാനൊക്കെ ഏറ്റവും ബെസ്റ്റ് ഓസ്ട്രേലിയ തന്നെയാണ്. അങ്ങനെ നോക്കാനാണെന്നുണ്ടെങ്കിൽ വളരെ കുറച്ച് സംഭവങ്ങൾ മാത്രമേ നമുക്ക് അയർലൻഡിൽ കൃഷി ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റത്തുള്ളൂ. അതുകൊണ്ട് തന്നെ ക്ലൈമറ്റിന്റെ കാര്യത്തിലാണെങ്കിലും ഫുഡ് ഐറ്റംസിന്റെ കാര്യത്തിലാണെങ്കിലും ഏറ്റവും ബെസ്റ്റ് ഓസ്ട്രേലിയ തന്നെയാണ്. പക്ഷെ എനിക്കറിയാവുന്ന കുറെ നഴ്സുമാര്, പ്രത്യേകിച്ച് ഇവിടെയുള്ള ആൾക്കാരാണ്, ഇവിടുന്ന് ഓസ്ട്രേലിയക്ക് പോയിട്ട് തിരിച്ചു വരാറുണ്ട്. അത് വേറൊന്നും കൊണ്ടല്ല എനിക്ക് തോന്നിയിട്ടുള്ളത്, അവർക്ക് ഫാമിലി കൂടുതൽ മിസ് ചെയ്യുന്നതുകൊണ്ടാണ് തോന്നുന്നു. കുറെ പേരും ഇവിടുത്തെ ആൾക്കാർ ഓസ്ട്രേലിയക്ക് പോയിട്ട് തിരിച്ചു വരാറുണ്ട്. 2 വർഷം അല്ലെങ്കിൽ 1 വർഷം വർക്ക് ചെയ്തിട്ട് പറ്റാണ്ട് തിരിച്ചു വരാറുണ്ട്. കൂടുതലും ഓസ്ട്രേലിയ ആണ് കമ്പയർ ചെയ്ത് നോക്കാനാണെങ്കിൽ എന്തുകൊണ്ടും ബെറ്റർ. സോ നിങ്ങളാണെന്നുണ്ടെങ്കിൽ ഏത് കൺട്രി ചൂസ് ചെയ്യും? ഓസ്ട്രേലിയ ആയിരിക്കും, അയർലൻഡ് ആയിരിക്കും? താഴത്ത് കമന്റ് ചെയ്യുക. ഈ വീഡിയോ ഉപകാരപ്പെടുന്നുണ്ടെന്ന് തോന്നുന്നെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിന്റെ ഫാമിലി റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കുക ഇങ്ങനെ കുട്ടി ചാനലുള്ള കാര്യം. അപ്പൊ അത്രയുള്ള ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് ലൈക്ക് ആൻഡ് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സൈഡ് കണ്ട് ബെല്ലേക്കൻ ടപ്പ് ചെയ്ത് അടിച്ചു പൊട്ടിക്കുക. അപ്പോൾ കിടിലൻ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ടാറ്റ, ടേക്ക് കെയർ ആൻഡ് ദിസ് അന്നു സൈനിങ് ഓഫ്.